ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറുതായിട്ടൊരു എന്താ പറയുക, വിഷമവും അതുപോലെ തന്നെ എക്സൈറ്റ്മെൻറ്റും ഉള്ള ഒരു വീഡിയോ ആണ്. ആക്ച്വലി ഇങ്ങനെയല്ല ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യണം, 24-ാം തീയതി ആയിട്ടുള്ള ഈ ഒരു ദിവസം പ്രസൻറ്റ് ചെയ്യണമെന്ന് ഞാൻ കരുതിയത്. ഒരു കംപ്ലീറ്റ് PC ബിൽഡ്, അതായത് നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള i9 12th ജെൻ പ്രോസസ്സർ വെച്ചിട്ട് ഒരു കംപ്ലീറ്റ് PC ബിൽഡ് നിങ്ങൾക്ക് കാണിച്ച് തരണം എന്ന് ഉള്ള ഒരു പ്ലാനിലായിരുന്നു ഞാൻ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കുറേ കോമ്പണൻറ്റ്സ്, അതായത് SMPS അതുപോലെ തന്നെ ഇതിൻ്റെ റാം, അങ്ങനെ 2-3 സാധനങ്ങളെല്ലാം ഡിലേ ആയി പോയതുകൊണ്ട് ഈ ഒരു ഡേറ്റിൽ തന്നെ ഗിഗാബൈറ്റിന് ഈ ഒരു വീഡിയോ ഇടണം എന്ന് പറഞ്ഞതുകൊണ്ടും നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോ ബേസിക്കലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ട് കോമ്പോണൻസിൻ്റെ, അതായത് നമുക്ക് PC ബിൽഡ് ചെയ്യാൻ പറ്റുന്ന രണ്ട് മെയിൻ ആയിട്ടുള്ള കോമ്പോണൻസിനെ നമ്മൾ ഒരു കോംബോ പരിചയപ്പെടുത്താണ്. അതായത് ഇൻ്റൽ i9 12th ജെൻ, അതുപോലെ തന്നെ നമ്മുടെ ഗിഗാബൈറ്റിൻ്റെ AORUS Z690 മാസ്റ്റർ എന്ന് പറയുന്ന മദർ ബോർഡും. ആദ്യം തന്നെ ഈ ഒരു പ്രോസസ്സറിനെ പറ്റി സംസാരിക്കാം. ഇൻ്റലിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതിൽ മൾട്ടി ടാസ്കിങ്ങും അതുപോലെ തന്നെ ഗെയിമിങ്ങും എല്ലാം എഫിഷ്യൻ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന 16 കോർ 24 ത്രെഡുള്ള ഒരു എന്താ പറയട്ടെ, ഒരു കിടിലം പ്രോസസ്സർ എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കുറേ നാൾ മുന്നേ ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിൻ്റെ അകത്ത് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു 12th ജെൻ ഇൻ്റലിനെ പറ്റിയിട്ട്. അപ്പോൾ 12th ജെൻ ഇൻ്റൽ ബേസിക്കലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മൾട്ടി ടാസ്കിങ് അതുപോലെ തന്നെ ഒരു ന്യൂ ജനറേഷൻ ഓഫ് ഗെയിമിംഗ് നമുക്ക് നല്ല രീതിക്ക് കൊണ്ടുവരുന്ന ഒരു സീരീസ് ഓഫ് പ്രോസസ്സേഴ്സാണ് അവർക്കുള്ളത്. അതിനകത്ത് ഏറ്റവും ടോപ്പ് എൻഡ് മോഡലായിട്ടുള്ള i9 12th ജെൻ ആണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സർ എന്ന് പറയുന്നത് കുറച്ച് ഹൈ എൻഡ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ഹൈ എൻഡ് മദർ ബോർഡാണ് ഇതിൻ്റെ കൂടെ വേണ്ടത്. ആ ഒരു മദർ ബോർഡിലേക്ക് നമ്മൾ വരാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 16 കോർ പ്ലസ് 24 ത്രെഡാണ് ഇതിനകത്ത് വരുന്നത്. ബേസ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമുക്ക് 2.5 GHz വരുന്നത്. അതിനെ നമുക്ക് മാക്സ് ചെയ്ത് ബൂസ്റ്റ് ചെയ്തിട്ട് നമുക്ക് 5.0 GHz വരെ മാറ്റാനായിട്ട്, 5 GHz വരെ കൂട്ടാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു റേഞ്ചിൽ തന്നെ മനസ്സിലായി കാണും എത്രത്തോളം പവർ ആയിരിക്കും, പെർഫോമൻസ് ബൂസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സറിലൂടെ കിട്ടാൻ പോകുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ ഇനി നമ്മുടെ ഫ്യൂച്ചർ എന്ന് പറയാൻ പറ്റുന്ന DDR5 പ്ലസ് നമ്മുടെ PCIe 5.0 ഒക്കെ ഈ ഒരു പ്രോസസ്സറിൻ്റെ അകത്ത്, ആ ഒരു ടെക്നോളജി എല്ലാം ഈ ഒരു പ്രോസസ്സർ അതിൻ്റെ സീരീസിൽ വരുന്നുണ്ട്. ഈ ഒരു മദർ ബോർഡിന് 2 വേരിയൻ്റ് ഉണ്ട്. DDR5 സപ്പോർട്ട് ചെയ്യുന്ന വേരിയൻറ്റും ഉണ്ട്, DDR5 സപ്പോർട്ട് ചെയ്യാത്ത വേരിയൻറ്റും ഉണ്ട്. എൻ്റെ കയ്യിലുള്ളത് DDR5 സപ്പോർട്ട് ചെയ്യുന്ന വേരിയൻ്റാണ്. ദാറ്റ് വിൽ കോസ്റ്റ് അറൗണ്ട് ഞാൻ എന്തായാലും ലിങ്ക് കൊടുത്തിരിക്കും, എനിക്ക് പ്രിസൈസ് ആയിട്ടുള്ള പൈസ അറിയത്തില്ല, അതുകൊണ്ടാണ്. ഈ AORUSൻ്റെ Z690 മാസ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ കുറേ സ്പെസിഫിക്കേഷൻസ് അതിനകത്ത് പുതുതായിട്ട് വരുന്നുണ്ട്. അതായത് DDR5 റാം ഇടാനുള്ള സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ PCIe 5.0. ഈ PCIe 5.0യിൽ വരുന്ന ഒരു ഗ്രാഫിക് കാർഡും ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിലില്ല. ഇനി എന്തായാലും നിങ്ങൾക്ക് ചെറിയ സൂചനകൾ കിട്ടിയിട്ടുണ്ടായിരിക്കും. 40 സീരീസ് GPUs വരാൻ പോവാണ്. സോ അതിലായിരിക്കും നമ്മൾ ആ ഒരു ടെക്നോളജി കാണാൻ പോകുന്നത്. വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു തെർമൽ ഡിസൈനിങ് ആണ് AORUS ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്, ഫിൻസറേ തെർമൽ ഡിസൈനിങ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ തന്നെ 2 മടങ്ങ് ലെയറിൽ വരുന്ന കോപ്പർ സർക്യൂട്ട് ബോർഡാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. കോപ്പർ PCB ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നീട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 19+1+2 എന്ന് പറഞ്ഞിട്ട് വീക്കോർ ഫേസസ് ഉണ്ട്. അതായത് എത്രത്തോളം പവർ ഫേസസ് കൂടുമോ അതിനനുസരിച്ച് നമ്മുടെ മദർ ബോർഡ് കുറച്ചുകൂടി സ്റ്റേബിൾ ആയിരിക്കും, അല്ലെങ്കിൽ സിസ്റ്റം അത്രത്തോളം സ്റ്റേബിൾ ആയിരിക്കും. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ നമ്മുടെ PCIe 5.0. അപ്പോൾ അത് ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കറൻ്റ്ലി PCIe 5.0യിൽ അല്ലെങ്കിൽ ആ ഒരു ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്ന കോമ്പോണൻസും കാര്യങ്ങളൊന്നും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷേ അത് വരുന്ന സമയത്ത് ഉറപ്പായിട്ടും ഒരു നെക്സ്റ്റ് ലെവൽ കമ്പ്യൂട്ടിംഗ് പവർ ആയിരിക്കും എല്ലാ പ്രോസസ്സേഴ്സിനും എല്ലാ കമ്പ്യൂട്ടേഴ്സിനും കിട്ടുക. എനിക്ക് തോന്നുന്നു ആദ്യമൊക്കെ ഈ ഒരു PCIe 5.0 കൺസ്യൂമർ ബേസിനേക്കാളും കുറച്ചുകൂടി യൂസ് ചെയ്യാനായിട്ട് നിൽക്കുന്നത് ഈ 3D ഒക്കെ റെൻഡർ ചെയ്യുന്നവരും 3D റെൻഡറിങ് ഫാമുകൾ, അതുപോലെ തന്നെ ഒരുപാട് കമ്പ്യൂട്ടിംഗ് പവർ, AI അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സ്, ഇതേപോലുള്ള പല സെറ്റ് ഓഫ് കമ്പ്യൂട്ടേഴ്സിലായിരിക്കും. ആൻഡ് പിന്നീട് വരുന്നത് നമ്മുടെ DDR5 ആർക്കിടെക്ട്, അതായത് DDR5ലെ റാം. ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് നാൾക്ക് മുന്നേ ഒരു DDR5 റാം പരിചയപ്പെടുത്തിയിരുന്നു. ആ DDR5 റാം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് നമ്മുടെ പഴയ മദർ ബോർഡുകളിൽ ഇടാൻ പറ്റില്ല. ലേറ്റസ്റ്റ് ആയിട്ടുള്ള DDR5 റാം സപ്പോർട്ട് ചെയ്യുന്ന മദർ ബോർഡ്സിൽ മാത്രമേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. അത് ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് AORUSൻ്റെ Z690 മാസ്റ്ററിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് വരുന്നത് നമ്മുടെ XMP 3.0 കമ്പാറ്റബിലിറ്റി. അപ്പോൾ എന്താണ് XMP എന്നറിയാത്തവർക്ക് വേണ്ടിയിട്ട് ബേസിക്കായിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതായത് എക്സ്ട്രീം മെമ്മറി പ്രൊഫൈൽസ്, അതായത് നിങ്ങൾ ഏതൊക്കെ ആപ്ലിക്കേഷൻസ് ആണോ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് ഇതിൻ്റെ മെമ്മറി, നമ്മുടെ റാമിൻ്റെ
സ്പീഡ് ഓവർക്ലോക്ക് ചെയ്യുകയും ഒക്കെ സ്പീഡ് കൂട്ടുകയും ഒക്കെ ചെയ്യുന്നതിനെയാണ് ഈ ഒരു XMP എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. അതായത് ഓട്ടോമാറ്റിക്കലി അത് ചെയ്തോളും. നിങ്ങളിപ്പോൾ ഗെയിമാണ് ഓപ്പൺ ആക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള മെമ്മറി പവർ ആയിരിക്കും അല്ലെങ്കിൽ മെമ്മറി സ്പീഡായിരിക്കും ഇത് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. അല്ലാണ്ട് നിങ്ങൾ നോർമൽ ഏതെങ്കിലും ചെറിയ ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ അനുസരിച്ചിട്ടായിരിക്കും. അപ്പോൾ ബേസിക്കായിട്ട് ഒരു ബിഗ് ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് വരുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. ജസ്റ്റ് എൻ്റെ കയ്യിലുള്ള 2 കോമ്പോണൻസിനെ കുറിച്ചിട്ടുള്ളൊരു ഷോർട്ട് വീഡിയോ ആണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ തോട്ട്സ് എന്താണ് നമ്മുടെ ഓറസിൻ്റെ G690 മാസ്റ്റർ മദർബോർഡ് ആൻഡ് Intel 12th ജെന്നിൻ്റെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോയിൽ കാണാം.